AI ആണല്ലോ നമ്മുടെ എഞ്ചിനീയറിംഗിന് ഉണ്ടായിരുന്നത്. അതും നമ്മളുടെ ഡ്രാമയും തമ്മിൽ എങ്ങനെയാണ് ഇപ്പോൾ കൊണ്ടുപോകുന്നത്? അത് കൊണ്ടുവന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്നാമത് എനിക്കിപ്പോൾ ഒരു ഗവൺമെൻറ്റിൻ്റെ ഒരു പ്രോജക്റ്റ് ഉണ്ട്, ഇന്ത്യൻ നോളജ് സിസ്റ്റം മിനിസ്ട്രി ഓഫ് എഡ്യൂക്കേഷൻ്റെ ഒരു പ്രോജക്റ്റ് ഉണ്ട്. അത് അതെന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, കേരളത്തിലത്തെ സ്കൾപ്ചേഴ്സ്, ടെമ്പിൾ സ്കൾപ്ചേഴ്സിൽ നാട്യശാസ്ത്രത്തിൽ കരണാസ് എന്ന് പറഞ്ഞിട്ടുള്ള കുറച്ച് ഒരു 4th ചാപ്റ്ററിൽ 108 കരണാസ് എന്ന് പറയുന്നുണ്ട്. അത് അത് ആക്ച്വലി റീകൺസ്ട്രക്ട് ചെയ്തത് ഡോക്ടർ പത്മ സുബ്രഹ്മണ്യമാണ്. ആൻഡ് ഐ എം സോ ഫോർച്ചുനേറ്റ് ഐ ലേൺ ഇറ്റ് ഫ്രം ഹെർ. അപ്പോൾ പതുക്കെ അത് തമിഴ്നാട്ടിലത്തെ ടെമ്പിൾ സ്കൾപ്ചേഴ്സും ഇന്തോനേഷ്യയിലത്തെ ടെമ്പിൾ സ്കൾപ്ചേഴ്സും ഒക്കെ ആസ്പദമാക്കിയിട്ടാണ് അത് റീകൺസ്ട്രക്ട് ചെയ്തത്. പ്ലസ് അതിൻ്റെ സാൻസ്ക്രിറ്റ് നാട്യശാസ്ത്ര റെഫറൻസ് വെച്ചിട്ട്. പക്ഷേ കേരളത്തിലെ മോഹിനിയാട്ടത്തിലും അല്ലെങ്കിൽ കേരളത്തിലെ ടെമ്പിൾസിലും എത്രമാത്രം കരണാസിൻ്റെ ഇൻഫ്ലുവൻസ് ഉണ്ട് എന്നുള്ളൊരു റിസർച്ച് വർക്കാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് ഉണ്ടെങ്കിൽ അതിനെ എങ്ങനെ ജിയോമെട്രിക്കലി റെപ്രസെന്റ് ചെയ്യാം, അതിനെ കമ്പ്യൂട്ടേഷണലി എങ്ങനെ റെപ്രസെന്റ് ചെയ്യാം, അതിനെ ഇന്റർപോലേറ്റ് ചെയ്ത് ഓൺലൈൻ അല്ല അല്ല അത് ഇറ്റ്സ് റിസർച്ച്. അത് ഞാൻ ചെയ്യുന്ന റിസർച്ചാണ്. അപ്പോൾ അതിനകത്ത് ഞാൻ പബ്ലിക്കേഷൻസ് ആണ് ചെയ്യേണ്ടത്. എൻ്റെ ആ റിസൾട്ട്സ് എന്താണ്, വാട്ട് ഇസ് മൈ ഫൈൻഡിങ്, അതിനെക്കുറിച്ചുള്ള പബ്ലിക്കേഷൻസ് ചെയ്യണം. അതായിരിക്കും അതിൻ്റെ ഔട്ട്പുട്ട്. അതെ. പിന്നെ അതേപോലെ AI ആയിട്ട് ഇൻറ്റഗ്രേറ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ, ഇന്ന് ഞാൻ എഞ്ചിനീയറിംഗ് ഫീൽഡിലാണ് കുട്ടികളെ പഠിപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ എനിക്ക് എപ്പോഴും ഫീൽ ചെയ്യാറുള്ളൊരു കാര്യം, കുട്ടികൾ ദേ ആർ റിയലി സ്മാർട്ട്. അവർക്ക് ഭയങ്കര IQ ഉണ്ട്, പക്ഷേ അവർക്ക് ഒരുപാട് ഇൻഫർമേഷൻ ഉണ്ട്. പക്ഷെ അവർക്ക് ഇമോഷണലി അവർക്ക് ആ ഇൻഫർമേഷൻ വെച്ചിട്ട് ദേ ഡോണ്ട് നോ ഹൗ ടു പ്രോസസ് ആ ഇമോഷൻസ്. അപ്പോഴാണ് തിയേറ്റർ, വൈ കാണ്ട് ഐ ബ്രിങ് തിയേറ്റർ ആൻഡ് ഇമോഷൻസ് ടു എൻജിനീയേഴ്സ്. പിന്നെ എന്താ പറയുക, ഒരു എൻജിനീയറിംഗ് ഒരു പ്രോബ്ലം സോൾവ് ചെയ്യുന്നത് പോലെ എന്തുകൊണ്ട് അൽഗരിതമിക്കലി നമുക്ക് നമ്മുടെ ഇമോഷൻസിനെ അണ്ടർസ്റ്റാൻഡ് ചെയ്യാം, സെൽഫായിട്ടൊന്ന് അവെയർ ആവാൻ, നമ്മളെ തന്നെ കുറച്ച് റിഫ്ലക്റ്റ് ചെയ്യാൻ. വൈ കാണ്ട് ഐ യൂസ് തിയേറ്റർ? അതിന് എനിക്കൊരു മോട്ടിവേഷനായത്, ഞാൻ ഇരിഞ്ഞാലക്കുടയിൽ നടന കൈരളിയിൽ ശ്രീ ഗുരു വേണുജി ഉണ്ട്. വേണുജിയുടെ ഒരു നവരസ സാധന എന്നുള്ളൊരു വർക്ക്ഷോപ്പ് ഉണ്ട്. അതിൻ്റെ ഒരു 3 ഫേസ് ഞാൻ അറ്റൻഡ് ചെയ്തിരുന്നു. ദാറ്റ് റിയലി ഗേവ് മീ എ ലോട്ട് ഓഫ് ക്ലാരിറ്റി ഓൺ നാട്യശാസ്ത്രത്തിൽ എത്ര ഡീറ്റെയിൽഡ് ആയിട്ടാണ് ഇമോഷൻസിനെ എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്നത് എന്നുള്ളത്. അപ്പോൾ അതിനെയും കോഡിഫൈ ചെയ്യാം, അതിനെയും സിസ്റ്റമാറ്റിക്കലി ഒരു നമ്മൾ കോഡ് എഴുതുന്നത് പോലെ ഇമോഷൻസിനെയും കോഡിഫൈ ചെയ്യാം എന്നുള്ളൊരു. പക്ഷേ ഇറ്റ് വാസ് റിയലി സക്സസ്ഫുൾ. ഞാൻ അത് IIIT ധാർവാഡെല്ലാം അതൊരു പ്രീമിയർ ഇൻസ്റ്റിറ്റ്യൂട്ടാണ്. അവിടെ അതൊരു ഒരു എലക്റ്റീവ് കോഴ്സായിട്ടാണ് ഫസ്റ്റ് ഇയേഴ്സിന് അത് കൊടുക്കുന്നത്, വിത്ത് എ ക്രെഡിറ്റ്, ഒരു 1 ക്രെഡിറ്റ് കോഴ്സായിട്ട്. അപ്പോൾ അതിലത്തെ ഡയറക്ടർ ഡോക്ടർ SRM പ്രസന്ന, അദ്ദേഹം IIT-യിലത്തെ പ്രൊഫസറായിരുന്നു, ഇപ്പോൾ IIIT-യുടെ ഡയറക്ടറാണ്. അദ്ദേഹം വരെ വാസ് സോ ഇംപ്രസ്ഡ്. കുട്ടികൾക്ക് അവർക്ക് വന്നിട്ടുള്ള ചേഞ്ച് ആ ഒരു കോഴ്സ് കഴിഞ്ഞിട്ട്, അവരുടെ കമ്മ്യൂണിക്കേഷൻ സ്കില്ലാണെങ്കിലും അവരുടെ ടീം ബിൽഡിങ്ങിലാണെങ്കിലും. സോ ഐ ഫീൽ തിയേറ്റർ ഈസ് വെരി പവർഫുൾ.
പുതിയ പ്രോജക്റ്റ് എന്തെങ്കിലും ഉണ്ടോ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടോ? ഇപ്പോൾ ഇവിടെ മറ്റേത് 2022-23 അല്ലേ? ഏത് നാടകം ഹിഡംബി കഴിഞ്ഞിട്ട് പിന്നെ വേറൊരു നാടകം ചെയ്തു, ഞാൻ ഉടൽ മനസ്സ് എന്ന് പറഞ്ഞിട്ട്. മനസ്സ് കേട്ടിട്ടുണ്ട്. അത് വള്ളത്തോളിന്റെ കൊച്ചു സീത എന്നുള്ളൊരു കവിതേനെ ആസ്പദമാക്കിയിട്ട് ചെയ്തിട്ടുള്ളതായിരുന്നു. പക്ഷെ ഇപ്പൊ ഞാൻ കറന്റ്ലി ഞാനൊരു തിയേറ്റർ പ്രോജക്റ്റിലും ഇൻവോൾവ് അല്ല. ഇപ്പൊ ഐ എം മോർ ഇൻ ടു എന്താ ഈ അക്കാഡമിക് ടീച്ചിങ്ങുമായിട്ട്. അതെ അതെ, എന്റെ റിസർച്ചും മോട്ടിവേഷൻ എന്നുള്ളതല്ല സർ. ലൈക്ക് ഇപ്പൊ നമ്മുടെ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസിയിൽ തന്നെ തിയേറ്റർ എന്നൊരു മാൻഡേറ്ററി ആണ് ഇന്നത്തെ കറിക്കുലത്തിൽ. ബിക്കോസ് തിയേറ്റർ ആണ് ഒരു 360 ആർട്ട് ഫോം എന്ന് പറയാൻ പറ്റും. കാരണം അതിനകത്ത് ഏത് കുട്ടീനെയും ഇൻക്ലൂഡ് ചെയ്യാം. സമ്മൺ ഹു ഈസ് ഇൻട്രസ്റ്റഡ് ഇൻ ടെക്നോളജി തിയേറ്ററിൽ യൂസ് ചെയ്യാം, പടം വരയ്ക്കാൻ അറിയുന്ന ഒരു കുട്ടിക്ക് തിയേറ്ററിൽ യൂസ് ചെയ്യാം, ആക്ടിങ് അറിയുന്ന ഒരു കുട്ടിക്ക് യൂസ് ചെയ്യാം, എഴുതാൻ കഴിവുള്ള ഒരു കുട്ടിക്ക് എഴുതാം. അപ്പോൾ തിയേറ്റർ എന്നുള്ളതിന് അല്ലെങ്കിൽ കോസ്റ്റ്യൂം ഡിസൈനിങ്ങിന് ഇഷ്ടമുള്ളൊരു കുട്ടിക്ക് അതിൽ ചേരാം, ലൈറ്റ് ഇഷ്ടമുള്ള കുട്ടിക്ക് ലൈറ്റിൽ ചേരാം. അപ്പോൾ തിയേറ്റർ എന്നുള്ളത് എല്ലാ കലാരൂപങ്ങളെയും ഉൾക്കൊള്ളുന്ന ഒരു ആർട്ട് ഫോമാണ്. അപ്പോൾ തിയേറ്ററിൽ കൂടെ എന്താ സബ്ജക്ട്സ് പഠിപ്പിക്കാം, തിയേറ്ററിൽ കൂടെ നമുക്ക് സോഫ്റ്റ് സ്കിൽസ് പഠിപ്പിക്കാം, തിയേറ്ററിൽ കൂടെ വാല്യൂസ് പഠിപ്പിക്കാം. സോ തിയേറ്റർ എന്നുള്ളത് ഇന്ന് മിക്ക സ്കൂൾസും കോളേജസും അവരിങ്ങോട്ട് ഒരുപാട് ആവശ്യപ്പെടുന്നതാണ്. നിങ്ങൾ തിയേറ്ററിൽ കൂടെ ഹൗ ടു ടീച്ച്. അപ്പോൾ കുറേ ക്ലാസ്സസ് ഇറ്റ്സ് ഫോർ ടീച്ചേഴ്സ്. എങ്ങനെ നിങ്ങളുടെ കരിക്കുലം, നിങ്ങളുടെ സബ്ജക്റ്റ് അതിനകത്ത് തിയേറ്റർ ഇൻറ്റഗ്രേറ്റ് ചെയ്യാം. അല്ലെങ്കിൽ കുട്ടികൾക്കാണെങ്കിൽ എങ്ങനെ നിങ്ങളുടെ ഇമോഷൻസിനെ നിങ്ങൾക്ക് കുറച്ചും കൂടി അണ്ടർസ്റ്റാൻഡ് ചെയ്യാം ത്രൂ തിയേറ്റർ. അതിപ്പോ ലൈക്ക് ലാസ്റ്റ് 3 years എനിക്ക് തോന്നുന്നു 300 ഇൻസ്റ്റിറ്റ്യൂട്ട്സിലായി ഞാൻ പോകുന്നു. നമ്മുടെ കേരളത്തിലായിട്ട് പുറത്തുമായിട്ട് പോകുന്നുണ്ട്. ഓക്കെ, ഇനി ഞാൻ ചോദിക്കുന്നൊരു ചോദ്യം എന്ന് പറയുന്നത്, നമ്മൾ ഫിലിം ഫീൽഡിലേക്ക് പോകാനായിട്ട് എന്തെങ്കിലും ആഗ്രഹമുണ്ടോ, അല്ലെങ്കിൽ ആരെങ്കിലും അന്വേഷണം ഉണ്ടായിട്ടുണ്ടോ? അല്ല, ഉണ്ടായിട്ടുണ്ട്. പക്ഷേ എൻ്റെ ഇപ്പോഴത്തെ കറണ്ട് ഫോക്കസ്, ഞാൻ നാളുകൾക്ക് ശേഷമാണ് ഞാൻ ഇതെല്ലാം വിട്ട് ഞാൻ ഇതിലേക്ക് ഇറങ്ങണം എന്നുണ്ടെങ്കിൽ ഞാൻ അത്രമാത്രം എനിക്ക് എൻ്റേതായ ഒരു വിഷൻ ഓഫ് ലൈക്ക് റീച്ചിങ് തിയേറ്റർ ആൻഡ് ഇമോഷൻസ് ടു ചിൽഡ്രൻ ആൻഡ് വിമൻ എന്നുള്ളൊരു ആഗ്രഹം എനിക്ക് ഭയങ്കരമായിട്ടുണ്ട്. അതായത് തിയേറ്ററിനെ ആളുകൾ അപ്രീഷിയേറ്റ് ചെയ്യണം, അല്ലെങ്കിൽ ത്രൂ തിയേറ്റർ എന്നുള്ളൊരു മീഡിയത്തിൽ കൂടെ ആളുകൾ അവരുടെ വൾണറബിലിറ്റീസും വീക്ക്നെസ്സുകളും അവരുടെ ഇമോഷൻസും അവർക്ക് കുറച്ചും കൂടെ അവർക്ക് പ്രോസസ്സ് ചെയ്യാനുള്ളൊരു കപ്പാസിറ്റി ഉണ്ടാക്കണം കുട്ടികൾക്ക്, സ്റ്റുഡൻസിന്, അല്ലെങ്കിൽ ഫോർ വിമൻ. ആ ഒരു പ്രോസസ്സിൽ ഞാൻ എന്നെ തന്നെ പഠിക്കുന്നു, ഞാൻ ഒരുപാട് ഉയർത്താൻ ശ്രമിക്കുന്നു, ഞാൻ ഒരുപാട് യാത്ര ചെയ്യുന്നു, ഒരുപാട് നല്ല ഗുരുക്കന്മാരെ കാണുന്നു, അവരിൽ നിന്ന് പഠിക്കുന്നു. ആ ഒരു പ്രോസസ്സിൽ ഞാൻ നിൽക്കുമ്പോൾ ഇപ്പം ഞാൻ വീണ്ടും സിനിമ എന്നുള്ളത് ചിന്തിക്കുകയാണെങ്കിൽ ദാറ്റ് ഇസ് അനദർ പ്രോസസ്സ്. അപ്പോൾ അതിലേക്ക് ഞാൻ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ഇതെനിക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റില്ല. അതിനകത്താണെങ്കിൽ അതിനകത്ത് പ്രോപ്പറായിട്ട് അതിനകത്ത് ഓഡിഷൻസ് കൊടുക്കണം. അപ്പോൾ തൽക്കാലം എന്തായാലും അത് ഞാൻ ചിന്തിക്കുന്നതന്നില്ല. എന്തിലെങ്കിലും ഒന്നിൽ ഞാനൊന്ന് കോൺസെൻട്രേറ്റ് ചെയ്യട്ടെ, കഴിഞ്ഞിട്ട് നമുക്ക് നോക്കാം. എന്തെങ്കിലും എനിക്ക് ഇതിനകത്ത് ഞാൻ ചെയ്യുന്നതിൽ എനിക്കൊരു കോൺഫിഡൻസ് ആകുന്ന ഒരു കാലത്ത് അതും കൂടെ ചെയ്യാൻ പറ്റുമെന്ന് തോന്നുകയാണെങ്കിൽ ചെയ്യാം. അതുപോലെ ഞാൻ കേട്ടതാണ് ഒരു സ്ത്രീ ശാക്തീകരണം, അതാണ് നമ്മുടെ ലക്ഷ്യം എന്നുള്ളത്. അതിനെ കുറിച്ചിട്ട് എന്താ പറയാനുള്ളത്? എന്നെ ഏറ്റവും കൂടുതൽ എഫക്റ്റ് ചെയ്യുന്നൊരു കാര്യമാണ്, ഓണസ്റ്റ്ലി സ്പീക്കിംഗ്. ലൈക്ക് ഞാൻ ഇപ്പോൾ സാറിനോട് സംസാരിക്കുമ്പോൾ പോലും ഐ എം വെരി അവെയർ ഞാൻ അനുഭവിക്കുന്ന പ്രിവിലേജസ്. എനിക്ക് വീട്ടിൽ എനിക്കിപ്പോൾ ഒരു നാടകം ചെയ്യാൻ ഞാൻ പോകുമ്പോഴോ അല്ലെങ്കിൽ എൻ്റെ ജോലി ഞാൻ റിസൈൻ ചെയ്യുമ്പോഴോ എനിക്കിഷ്ടമുള്ള സ്ഥലത്തേക്ക് ഞാൻ യാത്ര ചെയ്യാനോ ഏത് രാത്രി വേണമെങ്കിലും ഏത് സുഹൃത്തിൻ്റെ കൂടെയും എങ്ങോട്ട് വേണമെങ്കിലും പോകാനോ എനിക്ക് ഒരിക്കലും ഒരു തടസ്സമോ ഒരു ബുദ്ധിമുട്ടോ എൻ്റെ ജെൻഡർ കൊണ്ട് എനിക്ക് പ്രശ്നം വന്നിട്ടില്ല. എൻ്റെ വീട്ടിലാണെങ്കിലും ഒന്നാമത് എൻ്റെ വീട്ടിൽ കല ഒരു കുടുംബമാണ്. പിന്നെ എൻ്റെ അമ്മ ഷീസ് എഗെയിൻ വെരി എന്താ പറയുക വളരെ ലിബറൽ ആൻഡ് അപ് ടു ഡേറ്റ് ആയിട്ടുള്ളൊരു എഡ്യൂക്കേറ്ററാണ്. ഹസ്ബൻഡും അതെ, സിൻസ് അദ്ദേഹവും ഒരുപാട് യാത്രയൊക്കെ ചെയ്തിട്ടുള്ളത് കൊണ്ട് അദ്ദേഹവും ഒരു ഫെമിനിസ്റ്റാണ്. അപ്പോൾ എനിക്ക് അങ്ങനെ ഒന്നിനും എനിക്ക് അങ്ങനത്തെ ഒരു ബുദ്ധിമുട്ടില്ല. ഇപ്പം ഞാൻ ഇതെല്ലാം സ്റ്റാർട്ട് ചെയ്യുന്ന ടൈമിലാണ് ഞാൻ രണ്ടാമത് എൻ്റെ കുട്ടി ജനിക്കുന്നത്. അപ്പം ഞാൻ മോനെ വെച്ചും കൂടെ ഞാൻ യാത്ര ചെയ്യുമായിരുന്നു, ഏത് ക്ലാസ് എടുക്കാൻ പോകുമ്പോഴും ഒക്കെ. അതിനാരും എൻ്റെ ക്വസ്റ്റ്യൻ ചെയ്തിട്ടില്ല, അതെല്ലാം എൻ്റെ തീരുമാനമാണ്. പക്ഷേ എനിക്കറിയാം, ഞാൻ വളരെ അവെയറാണ്, ഞാൻ അനുഭവിക്കുന്ന ഈ ഒരു പ്രിവിലേജ് എൻ്റെ ചുറ്റുമുള്ള എൻ്റെ സുഹൃത്തുക്കളാണെങ്കിലും അത് അനുഭവിക്കുന്നില്ല. അവർക്ക് റെസ്ട്രിക്ഷൻസ് ഒരുപാടുണ്ട്. ഒന്ന് പുറത്തിറങ്ങണം, ഒന്ന് ഒരു യാത്രയ്ക്ക് പോകണം എന്നുണ്ടെങ്കിൽ ഞാൻ ഇറങ്ങുന്ന പോലെ ആർക്കും പറ്റിയെന്ന് വരില്ല, പലവർക്കും പറ്റിയെന്ന്. ധൈര്യം കൊണ്ടല്ല, എൻ്റെ കഴിവല്ല അത്. ദ എൻവയോൺമെന്റ് ഐ ആം ലിവിങ് ഇൻ.
പക്ഷെ മറ്റൊരു കുട്ടിക്കാണെങ്കിൽ ഹസ്ബൻഡ് പെർമിറ്റ് ചെയ്യണം. എൻ്റെ ഹസ്ബൻഡ് സമ്മതിച്ചില്ല. എനിക്ക് അങ്ങനെ സമ്മതം ചോദിക്കേണ്ട ഒരു പ്രശ്നം വരുന്നില്ല. ഞാൻ സമ്മതം ചോദിക്കേണ്ടതായിട്ടുള്ള ഒരു ചിന്ത തന്നെ എനിക്കില്ല. കാരണം എൻ്റെ ജീവിതം എൻ്റെ ജീവിതമാണ്, അദ്ദേഹത്തിൻ്റെ ജീവിതം അദ്ദേഹത്തിൻ്റെ ജീവിതം. അപ്പോൾ ആ ഒരു ഗ്യാപ്പ് എനിക്ക് എപ്പോഴും ഫീൽ ചെയ്യാറുണ്ട് സ്ത്രീകൾക്ക്. ലൈക്ക് അവർക്ക് അവരുടെ ഇഷ്ടം, അവരുടെ സ്വാതന്ത്ര്യം എന്നുള്ളത് അവർക്ക് ചിന്തിക്കാൻ തന്നെ. ചിലരോട് ഞാൻ പറയും, എന്താ ഇയാൾക്ക് ഇഷ്ടം, എന്താ ഇപ്പം സ്കൂൾസിൽ പോകുമ്പോൾ എന്താ ടീച്ചറുടെ ശരിക്കും ഇഷ്ടം, എനിക്കറിയില്ല. അവർക്കറിയില്ല അവർക്ക് എന്താ ഇഷ്ടമുള്ള ഭക്ഷണം എന്ന് ചോദിച്ചാൽ പോലും കുറേ പേർക്ക് അറിയില്ല. അപ്പോൾ ഇന്ന് സോഷ്യൽ മീഡിയ നമ്മൾ നോക്കുമ്പോൾ നമുക്ക് തോന്നും ഇന്നെല്ലാം മാറിയിട്ടുണ്ട്, എല്ലാ സ്ത്രീകളും ഒരുപാട് എംപവേർഡ് ആണ്, ഫാർ ബെറ്റർ. പക്ഷെ എങ്കിൽ പോലും നടക്കുന്നുണ്ട് അങ്ങനെ. അതെ, ഇപ്പം ഞാൻ വടക്കാഞ്ചേരിയിലാണെങ്കിലും എനിക്കതറിയാം. എന്താ പറയുക, എനിക്കിവിടെ എൻ്റെ പോലെ നടക്കുന്ന, എൻ്റെ പോലെ അത്രയും സ്വാതന്ത്ര്യത്തോടെ എൻ്റെ ജീവിതം എൻ്റെ തീരുമാനമായിട്ട് എനിക്ക് അധികം ആരെയും ഞാൻ കണ്ടിട്ടില്ല. ഭാവിയിൽ അങ്ങനെ ആവും എന്നുള്ള പ്രതീക്ഷ ഉണ്ടോ? നല്ല സ്ത്രീകൾ അങ്ങനെ എനിക്ക് യങ്സ്റ്റേഴ്സിൽ നല്ല പ്രതീക്ഷയുണ്ട്. എന്ന് വെച്ചാൽ ഇന്നത്തെ കുട്ടികൾ ദേ ആസ്ക് ക്വസ്റ്റ്യൻസ്, ദേ വാണ്ട് എ ലോജിക്കൽ റീസൺ. പക്ഷേ എനിക്ക് ഒന്നും ഞാൻ ബ്രേക്ക് ചെയ്യണം എന്നല്ല പറയുന്നത്, ഒരു ഫാമിലിയും ബ്രേക്ക് ചെയ്യണ്ട, ആരെയും വേദനിപ്പിക്കണ്ട. പക്ഷേ നമുക്കൊരു ഫ്രീഡം ഉണ്ടാവണം, നമുക്കൊരു നിലപാടുണ്ടാകണം. ആ നിലപാടിൽ ശക്തമായിട്ട് ഉറച്ചു നിൽക്കാനും പറ്റണം. കാരണം ഇല്ലെങ്കിൽ ഭാവിയിൽ കുട്ടികളും തിരിച്ചു ചോദിക്കും, അമ്മയോട് ഞാൻ പറഞ്ഞോ, എനിക്ക് വേണ്ടിയിട്ട് ജോലിക്ക് പോകണ്ടെന്ന് ഞാൻ പറഞ്ഞോ, എനിക്ക് വേണ്ടിയിട്ട് യാത്ര പോകണ്ടെന്ന് ഞാൻ പറഞ്ഞോ എന്ന് കുട്ടികളൊരു നാൾ ചോദിക്കും. ഇല്ലെങ്കിൽ കുട്ടികൾക്കും അതൊരു ബാധ്യതയാവും. അമ്മ പറഞ്ഞുകൊണ്ടിരിക്കേണ്ടി വരും, നീ കാരണം നിന്നെ നോക്കാൻ വേണ്ടിയിട്ട് ഞാൻ പഠിച്ചില്ല, ഞാൻ ചെയ്തില്ല. എന്തിനാ? യു ബി ഹാപ്പി. ആ ഹാപ്പിനെസ് ചൂസ് ചെയ്യാൻ, അതെന്താണോ ഹാപ്പിനെസ്, അത് ചിലവർക്ക് യാത്രയാകാം, ചിലവർക്ക് ഭക്ഷണം ഉണ്ടാക്കുന്നതാകാം, ഒന്നും കുറവോ കൂടുതലോ അല്ല. അത് സ്വയം സെലക്ട് ചെയ്യാൻ പറ്റണം. അത് സമൂഹം ആവരുത്. അതുകൊണ്ട് എനിക്ക് സ്ത്രീകളുടെ അടുത്ത് ഇന്ററാക്ട് ചെയ്യുക എന്നുള്ളത് ഞാൻ ഒരുപാട് കിട്ടുന്ന അവസരങ്ങൾ ഞാൻ കളയാറില്ല. ജനറലി അവരെ മോട്ടിവേറ്റ് ചെയ്യാനും നമ്മൾ ശ്രമിക്കാറുണ്ട്. ഒരുപാട് മോട്ടിവേറ്റ് എന്നല്ല, ഞാൻ എൻ്റെ എൻ്റെ അറിവിൽ ഒരുപാട് പേരുണ്ട്. മാറ്റുകയല്ല, അവർക്കും പറ്റും എന്നുള്ളത്. എന്താ വെച്ചാൽ കല്യാണം കഴിഞ്ഞ് 2 കുട്ടികളായ എനിക്കും കുഞ്ഞിനെയും വെച്ച് എനിക്കും യാത്ര ചെയ്ത് ക്ലാസ് എടുക്കാൻ പറ്റുമെങ്കിൽ അവർക്ക് എന്തുകൊണ്ട് പറ്റില്ല? നമുക്ക് സാഹചര്യങ്ങൾ ഒരു തടസ്സമാവരുതല്ലോ. എന്താണെങ്കിലും ഇഷ്ടമുള്ളത് ചെയ്യാന്നുള്ളത്. ഒരുപാട് പേര് ആവട്ടെ, എങ്കിലും മൊത്തം ഒരു കുടുംബത്തിന്റെ അന്തരീക്ഷത്തിൽ സന്തോഷം ഉണ്ടാവും. ഇനി നമ്മുടെ ഫാമിലിയെ കുറിച്ച് നമ്മൾ പറഞ്ഞില്ലേ, ഒന്ന് പറയാമോ? നമ്മുടെ ഫാമിലി, മുത്തശ്ശൻ, അമ്മൂമ്മ, അച്ഛൻ, അമ്മ, അങ്ങനെ ബ്രദേഴ്സ്. എൻ്റെ അച്ഛനാണ് കലാനിലയം, ശ്രീ കലാനിലയം കൃഷ്ണൻ നായർ. അച്ഛമ്മയാണ് നേരത്തെ പറഞ്ഞല്ലോ കൊടുങ്ങല്ലൂർ അമ്മിണിയമ്മ. അവർ രണ്ടുപേരുമായിരുന്നു കലാനിലയം എന്നുള്ള പ്രസ്ഥാനത്തിൽ. അച്ഛമ്മയായിരുന്നു തുടക്കം മുതൽ. അച്ഛമ്മയായിരുന്നു അതിനകത്തൊരു ലീഡ് ആക്ട്രസ്. അപ്പോൾ എനിക്ക് കലാനിലയം കൃഷ്ണൻ നായർ അദ്ദേഹത്തെക്കുറിച്ച് എനിക്ക് പുസ്തകത്തിൽ വായിച്ചിട്ടും പല ഇൻ്റർവ്യൂസിൽ കേട്ടിട്ടും പല ആളുകൾ ഞാൻ പല സ്ഥലത്ത് പോകുമ്പോഴും പറഞ്ഞുള്ള അറിവുകളെ എനിക്കുള്ളൂ. അദ്ദേഹത്തെപ്പറ്റി, അദ്ദേഹത്തിൻ്റെ ഒരു ജീനിയസിനെ പറ്റിയിട്ട് എനിക്ക്, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ജേർണലിസം, തനിനിറം എന്നുള്ള പത്രമാണെങ്കിലും എല്ലാം എനിക്ക് കേട്ടറിവേ ഉള്ളൂ. സോ ആൻഡ് ദാറ്റ്സ് എൻ ഐഡൻറ്റിറ്റി. ദാറ്റ്സ് എൻ ഐഡൻറ്റിറ്റി ദാറ്റ് ഐ എം ക്യാരിയിങ് ഈവൻ നൗ. എവിടെ ചെല്ലുമ്പോൾ എനിക്ക് ഒരു വാതിൽ തുറന്ന് കിട്ടുന്നത് കലാനിലയം എന്നുള്ളൊരു ഐഡൻറ്റിറ്റി ഉള്ളത് കൊണ്ടാണ്. പിന്നെ അമ്മയുടെ സൈഡിലേക്ക് വരികയാണെങ്കിൽ അമ്മയുടെ സൈഡിൽ എല്ലാവരും എഡ്യൂക്കേഷനിലാണ്. മുത്തച്ഛൻ അഡ്വക്കേറ്റ് ആയിരുന്നു, കൊടുങ്ങല്ലൂർ തന്നെയായിരുന്നു. മുത്തച്ഛനും അതെ, ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റി എന്നൊക്കെ പഠിച്ചിട്ടുള്ള ഒരു അഡ്വക്കേറ്റ് ആയിരുന്നു. പിന്നെ അമ്മയും പ്രിൻസിപ്പളാണ്, അമ്മയും എഡ്യൂക്കേറ്ററാണ്. പിന്നെ എനിക്ക് ബ്രദറുണ്ട്, അവൻ ആർക്കിടെക്റ്റാണ്, അവൻ ജർമ്മനിയിലാണ്. പിന്നെ എൻ്റെ അമ്മൂമ്മമാർ, അവർ രണ്ടുപേരും ഇപ്പോൾ എല്ലാവരെക്കാട്ടിലും വലിയ സെലിബ്രിറ്റീസ് ആണ് അവർ രണ്ടുപേരും. ഈ 85-86 വയസ്സിൽ യാത്ര ചെയ്യുന്നു എന്നുള്ള ഇതിൽ അവരെ പറ്റി റിപ്പോർട്ട് ചെയ്യാത്ത നാഷണൽ മീഡിയാസ് വരെ, എല്ലാ നാഷണൽ മീഡിയാസ് വരെ അവരെ പറ്റി റിപ്പോർട്ട് ചെയ്തു. അപ്പോൾ
ദാറ്റ്സ് അഗെയിൻ സ്ത്രീകൾക്ക് എന്താ അവര് 85ാമത്തെ വയസ്സിലാണ് അവർ സെലിബ്രിറ്റീസ് ആവുന്നത്. ഇപ്പൊ ആൻഡമാൻസിൽ പോയപ്പോൾ അവർ പറയായിരുന്നു എവിടെ ചെല്ലുമ്പോഴും അവരെ എല്ലാവർക്കും അറിയാം കാണുമ്പോൾ തന്നെ. അപ്പോൾ ജീവിതം മാറാൻ അവർ നമ്മുടെ സന്തോഷം ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ 85 വയസ്സിലോ 86 വയസ്സിലോ പോലും വി ക്യാൻ പ്രൂവ് ourselves. അപ്പോൾ ദാറ്റ്സ് മൈ ഫാമിലി. എനിക്ക് 2 കുഞ്ഞുങ്ങളുണ്ട്. മോള് അവൾ ഇനിയിപ്പോൾ ക്ലാസ് 3ലേക്ക്, മോൻ 3 വയസ്സാവണം. സോ ഇറ്റ്സ് ഐ മസ്റ്റ് സേ എൻ്റെ സ്ട്രോങ് പില്ലേഴ്സ് എന്ന് പറയുന്നത് എൻ്റെ ഫാമിലിയാണ്. എൻ്റെ ഫാമിലിയും എൻ്റെ സുഹൃത്തുക്കളും. ഐ മസ്റ്റ് സേ ഐ എം സോ ലക്കി. എനിക്ക് ഒരുപാട് നല്ല വ്യക്തികളുണ്ട്. ആ ഒരു ആസ്പെക്റ്റിൽ ഐ എം വെരി 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 റിച്ച്. ഇനി എന്താണ് നമ്മുടെ പ്രേക്ഷകരോട് പറയാനുള്ളത്? എന്താ പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ചൂസ് വാട്ട് യു വാണ്ട് ടു ഡു ഇൻ ലൈഫ്. എന്താണോ സന്തോഷം തരുന്നത് അതെന്നും ചൂസ് ചെയ്യുക. അതിന് വേണ്ടിയിട്ട് ആരെയും വിഷമിപ്പിക്കുന്ന ഒരു കാര്യം ആവാതിരിക്കുക. ആ സന്തോഷം അല്ലാത്ത എന്തും നിങ്ങൾക്ക് സന്തോഷം തരുന്നത് എന്നും ഒരു കാരണവും കൊണ്ടും അത് മാറ്റി വയ്ക്കാതെ അതിനെ ചൂസ് ചെയ്യുക. അത് പിന്നെ എല്ലാം ചേർന്ന് വരും, സംഭവിക്കും അതിന് വേണ്ടിയിട്ട് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ആൻഡ് ഐ ബിലീവ് ആളുകൾക്ക് അങ്ങനെ സാധിക്കട്ടെ. അങ്ങനെ സാധിച്ചു കഴിഞ്ഞാൽ അവർക്ക് കുറച്ചും കൂടെ നല്ല പാരൻസ് ആകാം, കുറച്ചും കൂടെ നല്ല അമ്മയാകാം, കുറച്ചും കൂടെ നല്ല ഹസ്ബൻഡ് ആകാം. ഓക്കെ, അപ്പോൾ ഇത്ര നേരം നമ്മുടെ പ്രേക്ഷകരുമായിട്ട് സംവദിച്ചത് കലാനിലയം ഗായത്രി പത്മനാഭനാണ്. എന്തായാലും വളരെ വിശദമായിട്ട് തന്നെ നമ്മളോട് സംസാരിച്ചു. എന്തായാലും നമ്മുടെ ഈ ചാനലിൻ്റെ എല്ലാവിധ നന്ദിയും ഞാൻ അറിയിച്ചു കൊള്ളുന്നു. താങ്ക് യു സോ മച്ച്.